നമുക്കറിയാം ഗ്യാസിൻ്റെ ലഭ്യതക്കുറവ്, ഗ്യാസ് കിട്ടാത്ത ഒരു പ്രശ്നം 45 ദിവസം അല്ലെങ്കിൽ 25 ദിവസത്തിനുള്ളിലൊക്കെയാണ് വീടുകൾക്ക് ഗ്യാസ് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ ഹോട്ടലുകൾക്ക് വളരെ കുറവാണ്. ഒരുവിധം ഹോട്ടലുകളൊക്കെ ചിലരൊക്കെ പൂട്ടി എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മളെ ഈ പ്രദേശത്തൊക്കെ പല ഹോട്ടലുകളും ചപ്പാത്തി കമ്പനി പോലുള്ള ഹോട്ടലുകളൊക്കെ അടഞ്ഞു കിടക്കുന്നൊരു സാഹചര്യമാണുള്ളത്. അപ്പോൾ നമ്മൾ വീടുകളിൽ ഇനി എങ്ങനെ നമുക്ക് ഗ്യാസ് എത്രത്തോളം നമുക്ക് കുറഞ്ഞ അളവിൽ ഉപയോഗിക്കാം, ഒരു സിലിണ്ടർ കൊണ്ട് കൂടുതൽ ദിവസം നമുക്ക് ഉപയോഗപ്രദമാകാനുള്ള ഒരു വീഡിയോ എന്ന് ചെയ്യുന്നത്. നമ്മൾ ഒരു സിലിണ്ടർ ചില വീടുകളിലൊക്കെ നമുക്കറിയാം ഒരു മാസം കിട്ടുന്നവരുണ്ട്, അല്ലെങ്കിൽ ഒരു 15 ദിവസം, 2 മാസം, 3 മാസമൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. സ്റ്റൗവുമായി ബന്ധപ്പെട്ട് നമ്മളോട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഗ്യാസ് സ്റ്റൗവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന സ്റ്റൗവുമായി ബന്ധപ്പെട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഗ്യാസ് നമുക്ക് ലാഭിക്കാൻ കഴിയും. അപ്പോൾ ആ ഒരു വീഡിയോയാണ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മുടെ സ്റ്റൗവിൻ്റെ ചില പ്രധാനപ്പെട്ട 3-4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എന്നാൽ നമുക്ക് വളരെ കുറഞ്ഞ അളവിൽ തന്നെ, കുറഞ്ഞ രീതിയിൽ തന്നെ ഗ്യാസ് ഉപയോഗിച്ച് കൂടുതൽ ദിവസം നമ്മൾ ഗ്യാസ് ഉപയോഗിക്കാൻ കഴിയും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. അതിൽ പ്രധാനപ്പെട്ടതായിട്ട് ഇതാണ് സ്റ്റൗവിൽ വരുന്ന വർണർ. അതിന് നമ്മൾ വെക്കണേ ഈ വർണർ വെക്കുന്ന സാധനം ബേസ്. അപ്പോൾ അത് ഈ സ്റ്റൗവിനെ മറിച്ച് വെച്ചാൽ ഇവിടെ ഒരു ഇത് കാണാം. ഈ എന്താ പറയുക, ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ തിളച്ച് മറിഞ്ഞിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് പോയി ഇവിടെ ഒട്ടി നിൽക്കും, മനസ്സിലെ ഇതുപോലുള്ളത് കൂടുതലുണ്ടാവും ചിലയിടത്തൊക്കെ. അപ്പോൾ ഇതെന്ത് ചെയ്യുക, ഇത് നമ്മൾ ഗ്രൈൻഡർ അല്ലെങ്കിൽ അരം അല്ലെങ്കിൽ കത്തിയൊക്കെ ഉപയോഗിച്ച് ഇത് ചുരണ്ടിക്കളയാം ഈ ഭാഗം. അത് എന്തിനാണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ഇതുപോലെ നമ്മൾ പൂർണ്ണമായിട്ട് ചുരണ്ടിക്കളയാം. അതിപ്പോൾ കത്തി കൊണ്ടാവാം, അല്ലെങ്കിൽ അരം അതുകൊണ്ടാവാം, ഉരണ്ടിക്കളയാം. അപ്പോൾ ഈ ഭാഗത്തുള്ള ഈ ബ്ലാക്ക്, ഈ തിളച്ച് മറിഞ്ഞ വെള്ളം അല്ലെങ്കിൽ ഭക്ഷണം എന്തെങ്കിലും ആട്ടെ, അപ്പോൾ ഇവിടെ കിടന്ന് ഒട്ടി കൊടുക്കും. അപ്പോൾ ഇത് ഇവിടെ കൂടുതലായിട്ട് കൊടുക്കുമ്പോൾ നമ്മളെ ഫ്ലെയിമിൻ്റെ കളറ് ഒരു യെല്ലോ കളർ, മഞ്ഞ ഒരു യെല്ലോ കളറിലായിട്ടും ഫ്ലെയിം വരല്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുണ്ടാവും. ഈ അകത്തുള്ളതും നമ്മൾ എന്തെങ്കിലും ഉപയോഗിച്ച് കത്തിയോ അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ ഉണ്ടല്ലോ, ടെസ്റ്ററോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗിച്ച് ചുരണ്ടി കളഞ്ഞ് ഒഴിവാക്കണം. ഫുള്ളായിട്ട് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഫ്ലെയിം ബ്ലൂ കളറിൽ കത്തും, മറ്റേ ഒരു യെല്ലോ കളറിലാണ് കത്തല്. ഒരു യെല്ലോ കളർ ഇങ്ങനെ പാളി ഒരു പവറില്ലാതെയാണ് കത്തൽ. അല്ലെങ്കിൽ ഈ ബ്ലൂ കളർ തന്നെ ഒരു പവർ കമ്മിയായിട്ട് ഇങ്ങനെ കത്തിക്കും. അപ്പോൾ ആ നീല കളറിൽ ഫ്ലെയിം കിട്ടണമെങ്കിൽ നമ്മളിത് വൃത്തിയാണ് ഈ ഭാഗവും, അതുപോലെ തന്നെ അകത്തൊക്കെ ചുരണ്ടിയിട്ട് ക്ലീൻ ചെയ്യണം. അതുപോലെ ബർണർ നമ്മൾ ഈ കത്തുന്ന സാധനം ബ്ലിങ്ക് ചെയ്യുന്ന ചിലതൊക്കെ, അപ്പോൾ പുറത്ത് കത്തും. ഈ പുറത്ത് കത്തുമ്പോഴും നമ്മൾ പാത്രങ്ങളൊക്കെ കരി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ, അങ്ങനെ പുറത്ത് കത്തണമെങ്കിലും പെട്ടെന്ന് എന്ത് ചെയ്യുക, അത് മാറ്റുക. അതിന് പാകത്തിലുള്ള ഈ ബേസിന് പാകത്തുള്ള ബർണർ മേടിച്ചിട്ട് സെറ്റ് ചെയ്യാം. പിന്നെ ഇത് ബ്ലിങ്ക് ചെയ്താണെങ്കിൽ ഇതിൻ്റെ ഈ സാധനം മാറ്റേണ്ടി വരും. അപ്പോൾ നേരെ സർവീസ് സെൻറ്ററിൽ ഈ സ്റ്റൗവിൻ്റെ സർവീസ് ചെയ്യുന്ന ഷോപ്പുകളെത്തിക്കുക, അത് മാറ്റിയിട്ട് പുതിയ വെക്കുക. അപ്പോൾ ഫ്ലെയിം നമുക്ക് നീല കളറിൽ നല്ല രീതിയിൽ കത്തുകയാണെങ്കിൽ നമുക്ക് കുറേ ദിവസം കിട്ടും. അങ്ങനെ ഫുഡ് എന്താകട്ടെ പെട്ടെന്ന് ക്ലിയർ ആവുകയും ചെയ്യും, വേവിച്ചെടുക്കാനും പറ്റും. മറ്റേ ടൈം കൂടുതൽ എടുക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഒരു ബ്ലൂ കളറിലാണെങ്കിൽ ഒരു യെല്ലോ കളർ, ഒരു മഞ്ഞ കളറിലാണ് ഇത് കത്തുന്നുണ്ടെങ്കിൽ നമുക്കറിയാം അത് നമ്മളെന്താ ഉണ്ടാക്കുന്നത്, അത് സമയമെടുക്കും. ഒരു നീല കളറിലാണെങ്കിൽ, അതിൻ്റെ ഒരു നീല കളറിലാണെങ്കിൽ നമുക്ക് വേഗത്തിൽ ഭക്ഷണങ്ങളൊക്കെ ഉപയോഗിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത്രയും ആ ഒരു ലാഭം നമുക്ക് കിട്ടുകയാണ്. അങ്ങനെ ഈ ബർണർ, ഇപ്പോൾ ഉദാഹരണത്തിന് സീറ്റിംഗ് അല്ലാത്ത ബർണറുകൾ ഞാനത് കത്തിച്ച് കാണിച്ചു തരാം. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം പുറത്ത് കത്തണം.
കണ്ടോ? പുറത്തേക്കാണ് കത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ബ്രാസ് ബ്ലിങ്ക് ചെയ്താണ്, കോഡ്. അപ്പോൾ നല്ല ബ്രാസ് ഇടാം. അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം നമുക്കിപ്പോൾ കാണാൻ പറ്റും. അടുത്തുനിന്നാകുമ്പോൾ നമുക്ക് ഫ്ലെയിം മഞ്ഞ വരുന്നുണ്ട്, ഇടക്കണ്ടില്ല. അതിന് കാരണം ഇതിൻ്റെ ബേസ് ഞാൻ പറഞ്ഞ പോലെ നല്ല ക്ലീൻ ചെയ്യുക. ഈ നീല കളറിലാണ് കത്തുന്നതെന്നുണ്ടെങ്കിൽ നല്ല നീല, ഈ നീല ഇതാണ് പണ്ടോ ഈ നീല കളർ കൂടുതൽ കാണാം. ഈ നീല കളർ ഫുൾ നീല കളറിലാണ് ഇത് ഫ്ലെയിം വരുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ചൂട് കിട്ടും. ആ ഇടയ്ക്ക് ഇങ്ങനെ ഈ മഞ്ഞൊക്കെ വന്നു പോകേണ്ടത് അതിനുള്ളിൽ ഈ കച്ചറ ഉണ്ടായിട്ട് തിളച്ച് മറിഞ്ഞിട്ടൊക്കെ ഉള്ള കച്ചറകൾ ഉണ്ടായതുകൊണ്ടാണ് അതിങ്ങനെ ആ മഞ്ഞ ഇടയ്ക്ക് ഇങ്ങനെ വന്നു പോകുന്നത്. അതുപോലെ ബ്രാസ് ഒന്ന് ക്ലിയർ ആക്കുന്നതിന് വേണ്ടി സുറുക്കിലിട്ടാൽ മതി. രാത്രി ഉണ്ടാക്കുന്ന സമയത്ത് സുറുക്കിലിട്ട് രാവിലെ ആകുമ്പോൾ ബ്രഷ് ചെയ്ത് ക്ലീൻ ചെയ്താൽ ഏകദേശം ഈ ഒരു മഞ്ഞ കളർ തന്നെ, ഈ സ്വർണ്ണ കളർ തന്നെ നമുക്ക് ബ്രാസും കിട്ടും, വൃത്തിയായി കിട്ടും. അപ്പോൾ നല്ല പുതിയ ബ്രാസും ബേസും മാറ്റി കൊടുക്കുക കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ. അപ്പോൾ അത് പ്രധാനമാണ്. അപ്പോൾ പറഞ്ഞതുപോലെ ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്യുക, ഇതിനടിഭാഗം ചുരണ്ടി കൊടുക്കുക. ബ്ലിങ്ക് ചെയ്താണെങ്കിൽ, ഇതിങ്ങനെ കോടിയതാണെങ്കിൽ ബ്രാസ് വെക്കുമ്പോൾ ഇത് പുറത്തേക്കാണ് കത്തുന്നുണ്ടെങ്കിൽ ഇത് അടിയും മേലെയും മാറ്റുക. അതായത് നമ്മുടെ സ്റ്റൗവിൻ്റെ സെൻറ്ററിൽ കൊടുത്താൽ നമ്മളത് ക്ലിയർ ആക്കി തരും. അല്ലെങ്കിൽ നിങ്ങളെ തൊട്ടടുത്തൊക്കെ ഉള്ള സ്റ്റൗവിൻ്റെ ഷോപ്പിൽ പോയിട്ട് അത് നിങ്ങൾ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെയാണ് ഈ ഗ്ലാസ് ടോപ്പ് സ്റ്റൗവിന്. അപ്പോൾ എപ്പോഴും പറയാം, ഈ ഒരു ഭാഗത്തുള്ളൊരു കണക്ടറുണ്ട്, അതാ ഒരു റൊട്ടേഷൻ ഇങ്ങനെ തീരണ ഒരു കണക്ടറാണ്. ഈ കണക്ടറിൻ്റെ ഈ സൈഡിൽ നിന്ന് ലീക്ക് നമ്മൾ അറിയില്ല, ചെറിയതായിട്ടുണ്ടാവും. പിന്നെ സ്ഥിരമായിട്ട് വീട്ടിൽ ചെറുതായിട്ട് ഇങ്ങനെ സ്മെല്ല് അറിയാതെ നമുക്കത് ചിലപ്പോൾ അത് അനുഭവപ്പെടുന്നില്ല. പുറത്തുനിന്ന് ഒരാൾ വരുമ്പോഴാണ് എന്തോ ഒരു ഗ്യാസിൻ്റെ സ്മെല്ല് എന്നൊക്കെ പറയാം. അത് ഈ ഒരു ഈ ഒരു കണക്ടർ ഉണ്ട് ഇവിടെ ഗ്ലാസ് ടോപ്പ് സ്റ്റൗവിനൊക്കെ വരുന്നത്. ഏറ്റവും കൂടുതൽ ഗ്ലാസ് ടോപ്പ് സ്റ്റൗവിനാണ് വരുന്നത്. ഈ സെൻറ്റർ ഭാഗത്ത് ഈ കണക്ടറിൻ്റെ ഈ സൈഡിലൂടെ ചെറിയ ലീക്ക് ഉണ്ടാവും. അതായത് ഒരു മെഴുകുതിരി കത്തുന്ന പവറേ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ ശ്രദ്ധിക്കില്ല. മണം നമുക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ അറിയണവർക്ക്, വീട്ടിലുള്ളവർക്ക് ആ മണം അറിഞ്ഞുകൊണ്ട് തന്നെ അത് ഗ്യാസിൻ്റെ സ്മെല്ല് അത്ര തോന്നിക്കില്ല. പുറത്തുനിന്ന് വരുന്ന ആളുകൾക്കാണത് തോന്നിക്കില്ല. അപ്പോൾ ഈ കണക്ടർ ഉടൻ ചേഞ്ച് ചെയ്ത് അങ്ങനെ സ്മെല്ലുണ്ടെങ്കിൽ അത് കൂടുതൽ വരാൻ സാധ്യത ഈ ഒരു കണക്ടറാണ്. ഒന്നാമത് നമ്മളിത് അടിഭാഗം തുടക്കുമ്പോൾ ഇത് പൊന്തിക്കുമ്പോഴൊക്കെ ഇത് പൊട്ടാനുള്ള അല്ലെങ്കിൽ ചെറിയ ലീക്ക് വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ സ്മെല്ല് ചെറുതായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കുക. കാരണം സിലിണ്ടറിൻ്റെ റെഗുലേറ്റർ ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ 24 hours ഓണിലാണെന്നുണ്ടെങ്കിൽ തന്നെ ചെറുതായിട്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്യാസ് ഒരാഴ്ചക്കുള്ള, ഒരു മാസത്തിലാണെങ്കിൽ ഒരാഴ്ചക്കുള്ള ഗ്യാസ് അങ്ങനെ പോകും നമ്മളെ. മാത്രമല്ല അവിടേക്ക് തീ പളാനും സാധ്യതയുണ്ട്, അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതുമാണ്. അപ്പോൾ ഈ ബേസും ഈ ബർണർ ബ്ലിങ്ക് ചെയ്യണമെങ്കിൽ മാറ്റും ചെയ്യുക. ബേസിൻ്റെ അടിഭാഗം ഗ്രൈൻഡർ വെച്ചോ ചുരണ്ടി ഇടുകയോ ചെയ്യുക. അതുപോലെ ഈ കണക്ടർ നോക്കുക. ഈ 3 കാര്യങ്ങൾ നോക്കിയാൽ, ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കുറേ ഈ ഞാൻ ഫ്ലെയിമിനെ പറ്റി പറഞ്ഞല്ലോ തുടക്കത്തിൽ, അത് ഈ പാളിയിട്ടിങ്ങനെ കത്തുകയാണെങ്കിൽ ബ്ലൂ കളറിലായിരിക്കണം ഫ്ലെയിം വരേണ്ടത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ യെല്ലോ കളർ, മഞ്ഞ കളറിലാണെങ്കിലും അതൊരു പവർ ഇല്ലാതെ ഒരു സ്ലോവിലൊരു കത്തലുണ്ട്. അതൊന്നും ഭക്ഷണം വിചാരിക്കുന്ന വേഗത്തിൽ അത് ഭക്ഷണം ആകണമെന്നില്ല. അപ്പോൾ അതിനൊരു പ്രധാനം കാരണം ഇത് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറേ കാലത്തിന് കുറച്ച് ഇച്ചിരി കൂടി ഗ്യാസ് കൂടുതൽ കിട്ടും, ലാഭിക്കാം. കൂടുതൽ ഗ്യാസ് കുറച്ച് ദിവസത്തേക്കൊക്കെ കൂടുതൽ ഗ്യാസ് കിട്ടും. കാരണം അപ്പോൾ ഓക്കെ ഇപ്പോൾ ഗ്യാസിന് ലഭ്യത കുറവ് ഉണ്ടായപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആളുകളൊക്കെ ഇങ്ങനെ ഗ്യാസ് ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ചിടക്കുന്നുണ്ട്. ഗ്യാസ് ഉണ്ടോ, ഗ്യാസ് കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ ആളുകൾ ഒരു തിരക്കിലൊക്കെ ആ ഒരു ബുദ്ധിമുട്ടിലൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ പ്രധാനമാണല്ലോ. അപ്പോൾ എല്ലാവരും വിറക് കാര്യങ്ങളും കാര്യമായിട്ട് ഉപയോഗിക്കാറില്ല, ഗ്യാസിനെ ആശ്രയിച്ചാണ് വീട്ടിലുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടി നമുക്ക് എന്ത് ചെയ്യാം, നിലവിൽ ഉപയോഗിച്ചുകൊണ്ടൊരു ഗ്യാസിനെ കൂടുതൽ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ നിങ്ങളെ ഞാൻ കാണിച്ച്. വീഡിയോ ഇഷ്ടപ്പെടാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. ഷാദോ.